നമസ്കാരം. അയോധ്യയിലെ രാമക്ഷേത്രം തകർക്കുമെന്നും രാജ്യത്തെ മറ്റ് ഹിന്ദു ആരാധനാലയങ്ങൾ ഇല്ലാതാക്കുമെന്നുമൊക്കെ ജമാഅത്തെയും പാകിസ്ഥാനി ഭീകരരും ഖലിസ്ഥാനി ഭീകരരും നിരന്തരം ഭീഷണി മുഴക്കുകയാണ്. തുടർച്ചയായുള്ള ആക്രമണ ഭീഷണി മൂലം NSGയുടെ നേതൃത്വത്തിൽ കർശനമായ സുരക്ഷയാണ് ഉറപ്പാക്കിയിരിക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠ ദ്വാദശി ആഘോഷങ്ങൾ ജനുവരി 11 ആരംഭിക്കാനിരിക്കെ രാമക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ കണ്ണടയിൽ ക്യാമറ ഒളിപ്പിച്ച് ചിത്രങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നതിനിടെ യുവാവ് പിടിയിലായിരിക്കുന്നത് നിരവധി ചോദ്യങ്ങൾക്കാണ് വഴിവെക്കുന്നത്. കുംഭമേളയും റിപ്പബ്ലിക് ദിനവും ഒക്കെ അടുത്തു വരുന്ന സാഹചര്യത്തിൽ വൻ ജനാവലി തന്നെ അയോധ്യ രാമക്ഷേത്രം സന്ദർശിക്കാൻ എത്തുമെന്നിരിക്കെ ഖലിസ്ഥാനികൾ ഉൾപ്പെടെയുള്ള ഭീകരരുടെ ഭീഷണികൾ ഏറെ ഗൗരവത്തോടെയാണ് സുരക്ഷാ സേന നോക്കിക്കാണുന്നത്. മുൻപ് അയോധ്യ രാമക്ഷേത്രത്തിനെതിരെ ഭീഷണി മുഴക്കി ഖലിസ്ഥാനി നേതാവ് ഗുർബന്ത് സിംഗ് പന്നു രംഗത്ത് വന്നിരുന്നു. ഒരു വീഡിയോ സന്ദേശത്തിലൂടെയാണ് പന്നു ആക്രമണ ഭീഷണി മുഴക്കിയത്. നിരോധിത സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസിന്റെ പേരിലാണ് ഭീഷണി സന്ദേശം വന്നിരുന്നത്. നവംബർ 16, 17 തീയതികളിൽ ആക്രമണം അഴിച്ചുവിടുമെന്നായിരുന്നു വീഡിയോയിൽ പറഞ്ഞത്. അക്രമ ഹിന്ദുത്വ പ്രത്യയ ശാസ്ത്രത്തിന്റെ ജന്മസ്ഥലമായ അയോധ്യയുടെ അടിത്തറ ഞങ്ങൾ ഇറക്കുമെന്നാണ് പന്നു പറഞ്ഞത്. ഇന്ത്യയിലെ ഏറ്റവും പുണ്യ സ്ഥലങ്ങളിൽ ഒന്നിന് നേരിട്ടിട്ടുള്ള ഭീഷണിയാണ് പന്നു തന്റെ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും യോഗി ആദിത്യനാഥിനുമെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെ വധഭീഷണി നിലനിൽക്കെയാണ് രാമക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ കണ്ണടയിൽ ക്യാമറ ഒളിപ്പിച്ച് ചിത്രങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നതിനിടെ ഒരു യുവാവ് പിടിയിലായിരിക്കുന്നത്. ഗുജറാത്തിലെ വഡോദര സ്വദേശിയെയാണ് ക്ഷേത്ര പരിസരത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ലംഘിച്ചതിന് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത്. പ്രതിയുടെ കണ്ണടയ്ക്കുള്ളിൽ ഒരു ഒളിക്യാമറ വെച്ചിരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. തിങ്കളാഴ്ച 3 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഭാര്യയ്ക്കൊപ്പമാണ് ഇയാൾ ക്ഷേത്രത്തിലെത്തിയത്. ഒന്നിലധികം സുരക്ഷാ പരിശോധനകൾ കഴിഞ്ഞാണ് ഇയാൾ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചത് എങ്കിലും സൺഗ്ലാസ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. കണ്ണട ഉപയോഗിച്ച് ക്ഷേത്രത്തിന്റെ അകത്തളത്തിന്റെ ചിത്രങ്ങൾ അനധികൃതമായി പകർത്താൻ ഇദ്ദേഹം ശ്രമിച്ചു. മെയിൻ ഗേറ്റിന് മുന്നിൽ വന്നപ്പോൾ കണ്ണടയിലെ ഫ്ലാഷ് ലൈറ്റ് തെളിഞ്ഞപ്പോൾ ഇത് ശ്രദ്ധിച്ച സെക്യൂരിറ്റി ഗാർഡ് പിടികൂടുകയായിരുന്നു. സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി രാം മന്ദിർ സമുച്ചയത്തിൽ മൊബൈൽ ഫോണുകൾക്കും ക്യാമറകൾക്കും കർശനമായ നിരോധനം തന്നെയാണ് നടപ്പിലാക്കുന്നത്. പിടിക്കപ്പെട്ട യുവാവിനെ പോലീസും രഹസ്യാന്വേഷണ ഏജൻസികളും ചോദ്യം ചെയ്തു വരികയാണ്. വഡോദരയിൽ വ്യവസായിയാണ് ഇയാൾ എന്നാണ് പറയുന്നത്. ഇരുവശങ്ങളിലും ക്യാമറയുള്ള സൺഗ്ലാസിൽ ചിത്രങ്ങൾ പകർത്താനുള്ള ബട്ടൺ ഉണ്ടായെന്നും ഏകദേശം 50,000 രൂപ വില വരുന്നതാണ് ഈ സൺഗ്ലാസ് എന്നും SP ബൽറാം ആചാരി ദുബെ പറഞ്ഞു. SSF ജവാനായ അനുരാഗ് ബജ്പാലിന്റെ സമയോചിതമായ ഇടപെടൽ കാരണമാണ് നിയമലംഘനം നടത്തിയ ആളെ കണ്ടെത്താൻ സാധിച്ചത് എന്നും ദുബെ പറഞ്ഞു. പോലീസും ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടോ എന്ന കാര്യവും അന്വേഷിച്ചു വരികയാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ അതോ ഒരു പദ്ധതിയുടെ ഭാഗമാണോ എന്നും ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. ഇതിനിടയിൽ UPയിൽ SPGയുടെയും NSGയുടെയും പാരാമിലിറ്ററിയുടെയും കമാൻഡോമാർ UP മൊത്തം വളഞ്ഞിരിക്കുകയാണ്. സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് അജിത് ഡോവലിന്റെ നേതൃത്വത്തിൽ ആർമി ഉൾപ്പെടെയുള്ളവർ അത്യാധുനിക റഡാർ സംവിധാനങ്ങളും മിസൈലുകളും ഉൾപ്പെടെ UPയിൽ അണിനിരക്കും.